ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ഒരു സംഗതി വ്യാജ വാർത്ത സോഷ്യൽ മീഡിയയിൽ എന്നല്ല മുഖ്യധാരയിലും വ്യാജ വാർത്ത എന്നുള്ള കാര്യമാണ്. അതിനൊരു ഉദാഹരണമായിട്ട് ഇവിടെ ഈ വേദിയിൽ ഉന്നയിക്കപ്പെട്ട ഒരു കാര്യം അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വാർത്ത, അത് വ്യാജ വാർത്തയാണെന്ന് പറയുന്നു. നോക്കൂ, ഇപ്പോൾ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഈ വാർത്ത ഒരു വ്യാജ വാർത്ത എന്ന് പറയുന്നത് വ്യാജ വാർത്തയുടെ ഡെഫിനിഷൻ എന്താ? കുക്കപ്പ് ചെയ്ത സംതിങ് കുക്ക്ഡപ്പ്, ഇല്ലാത്ത ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യുക, വ്യാജമായി ഉണ്ടാക്കുക, ഫേക്ക് ചെയ്യുക എന്നാണല്ലോ വ്യാജ വാർത്ത എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയും മറ്റ് മാധ്യമങ്ങളും കൊടുത്ത വാർത്ത എന്ന് പറയുന്നത് എന്താണ്? ശബരിമല സംബന്ധിച്ച് ട്രാവൻകൂർ കവനൻ്റ് അനുസരിച്ച് തന്നെ ഹൈക്കോടതിക്ക് സവിശേഷമായ അധികാരങ്ങളുണ്ട്. ഹൈക്കോടതി ഈ വിഷയങ്ങൾക്കായി നിയോഗിച്ച ആളാണ് ശബരിമല സ്പെഷ്യൽ ഓഫീസർ. ഹൈക്കോടതിയുടെ റെപ്രസെൻറ്റേറ്റീവാണ് അദ്ദേഹം, ഒരു ജഡ്ജാണ്, സെഷൻസ് ജഡ്ജാണ്. ശബരിമല സ്പെഷ്യൽ ഓഫീസർ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് കൊടുത്ത റിപ്പോർട്ട്, ആ റിപ്പോർട്ട് എൻ്റെ ഫോണിലുണ്ട്, നക്ഷത്ര നേത്രങ്ങൾ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളാണ് ആദ്യം വാർത്തയായി വന്നത്. ആ റിപ്പോർട്ടിലാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പരാമർശമുള്ളത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തേത് വാർത്തയുടെ ആധാരം എന്താണ്? വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് എന്ന സ്ഥാപനം ഈ അയ്യപ്പ സംഗമവുമായി നടത്തിയ ഓഡിറ്റിൻ്റെ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് കോട്ട് ചെയ്തിട്ടാണ് ഈ സംഗതികൾ വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വ്യാജമായൊരു കാര്യം? വ്യാജമായൊരു കാര്യമോ? ആ റിപ്പോർട്ടിൻ്റെ പകർപ്പും ഈ റെലവൻറ്റ് പേജും എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫോണിലുണ്ട്. ഈ റിപ്പോർട്ടിൽ, അതായത് സ്പെഷ്യൽ ഓഫീസർ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് കൊടുത്ത റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളാണ് പറയുന്നത്. ഓഡിറ്റിൽ ഇതാണ് പറയുന്നത്. ഇപ്പോൾ ഉയരുന്ന, ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണല്ലോ നമ്മൾ പ്രധാനപ്പെട്ട വിഷയം. സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട പരിഹാസം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വാദം എന്താ? നിങ്ങൾക്ക് എസ്റ്റിമേറ്റും കണക്കും തമ്മിൽ തിരിയുന്നില്ല. നിങ്ങൾ പല കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. എന്താണ് ഓഡിറ്റ്? നിങ്ങളുടെയൊക്കെ കമ്പനികളിൽ നടക്കുന്ന ഓഡിറ്റ് എന്താണ്? വരവ് ചെലവ് കണക്കുകളാണ് ഓഡിറ്റ് ചെയ്യുക, അല്ലാതെ എസ്റ്റിമേറ്റ് അല്ലല്ലോ ഓഡിറ്റ് ചെയ്യുക. വരവ് ചെലവ് കണക്കുകളുടെ ഓഡിറ്റ് വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അവർ ഓഡിറ്റ് ചെയ്തു. ഓഡിറ്റ് ചെയ്തിട്ട് അവരുടെ ഓഡിറ്റ് റിപ്പോർട്ട് ആർക്ക് കൊടുത്തു? ദേവസ്വം ബോർഡിന് കൊടുത്തു. ദേവസ്വം ബോർഡിൻ്റെ ശബരിമല കമ്മീഷണർ, ദേവസ്വം കമ്മീഷണർ അത് സ്പെഷ്യൽ ഓഫീസർ കൊടുത്തു. സ്പെഷ്യൽ ഓഫീസർ അത് കോടതിയിൽ കൊടുത്തു. അപ്പോൾ ദേവസ്വം ബോർഡ് സ്വീകരിച്ച് കോടതിയിൽ കൊടുത്തിട്ടുള്ള ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ പരാമർശിക്കുന്ന കാര്യങ്ങളുടെ വസ്തുത ഓഡിറ്റർ കൃത്യമായ വിശകലനം നടത്തി തന്നെയാണോ ഈ കാര്യങ്ങൾ ഒരു നിഗമനത്തിലേക്ക് എത്തി പറഞ്ഞിട്ടുള്ളത്? ദേവസ്വം ബോർഡിന് അക്കാര്യത്തിൽ എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇത് റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനപ്പുറത്ത് ഇത് അന്തരീക്ഷത്തിൽ നിന്ന് വിഭൂതി പോലെ എടുത്തിട്ടുള്ള കാര്യമല്ല. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറും ഓഡിറ്ററും പറഞ്ഞ കാര്യങ്ങളാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ എസ്റ്റിമേറ്റ് ആക്ച്വലായിട്ട് തെറ്റിദ്ധരിച്ചു പോയതൊന്നുമല്ല. അതാണ് വ്യാജമായിട്ടുള്ള നറേറ്റീവ്. ഇവിടെ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഇപ്പം മുഖ്യമന്ത്രി ഒരു ദിവസം ചെലവഴിച്ച ഗസ്റ്റ് ഹൗസിൻ്റെ നവീകരണത്തിന് 1.5 ലക്ഷം രൂപ ചെലവഴിച്ചു എന്നുള്ള കാര്യം, അത് ഭാവിയിലും ഇപ്പോൾ മുഖ്യമന്ത്രി ബെഡും കിടക്കുകയൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഗസ്റ്റ് ഹൗസ് റെനോവേഷനായിട്ട് എടുത്താൽ പോരെ? അതൊരു നല്ല വാദമാണ്, അത് ഉന്നയിക്കാവുന്ന വാദമാണ്, വളരെ മാന്യമായ വാദവുമാണ്. പക്ഷെ ഉയർന്ന വാദം ആ നിലയിലല്ലല്ലോ. പിന്നെ ഇപ്പോൾ നന്ദഗോവിന്ദം ഭജൻസിന് 8 ലക്ഷം രൂപ എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഭജൻ അവിടെ നടന്നിട്ടില്ല. അത് വ്യാജവാർത്തയാണ്. എൻ്റെ കയ്യിൽ ആ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ പകർപ്പുണ്ട്. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ സെക്ഷൻ J വളരെ കൃത്യമായി പറയുന്നു, കൾച്ചറൽ പ്രോഗ്രാംസ് നടത്താൻ വേണ്ടിയിട്ട് 2 ലക്ഷം രൂപയായിരുന്നു തീരുമാനിച്ചിരുന്നത്. നന്ദഗോവിന്ദം ഭജൻസിന് 8 ലക്ഷം രൂപ. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു ഭജന അവിടെ നടന്നിട്ടില്ല എന്നുള്ള കാര്യവും. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ അവർ അന്ന് നന്ദഗോവിന്ദം ഭജൻസിനെ കിട്ടാത്തതുകൊണ്ട് ഇഷാൻ പേരിൻ്റെ മറ്റൊരു പരിപാടിയാണ് നടത്തിയത്. ഒരു പക്ഷേ ആ പരിപാടിക്ക് ചിലവായ തുകയാകാതെ 8 ലക്ഷം രൂപ. പക്ഷെ വാർത്തയായിട്ട് വരുന്നത് എന്താ? ഓഡിറ്റ് റിപ്പോർട്ടിൽ ഓഡിറ്റർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഓഡിറ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഹൈക്കോടതിയുടെ ബെഞ്ച് മുമ്പാകെ സ്പെഷ്യൽ കമ്മീഷണർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് വ്യാജ വാർത്തയാവുക? ആ പറഞ്ഞ കാര്യങ്ങളുടെ വസ്തുത എന്താണ് എന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെയോ ഇനി കൂടുതലായി പൊതുജന സമക്ഷത്തിലോ ഒക്കെ വിശദീകരിക്കുക എന്നുള്ളതിനപ്പുറത്ത് അതിൽ വ്യാജത്തിന് യാതൊരു പ്രശ്നമില്ല. ഇതിന് ഈ കൗണ്ടർ ആർഗ്യുമെൻസിൻ്റെ വാലിഡിറ്റി എന്താണ് എന്നുള്ളത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ രേഖ അനുസരിച്ച് കൃത്യമായി, ഞാൻ പറഞ്ഞല്ലോ, ആർക്കും പരിശോധിക്കാവുന്ന രേഖ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ സോഷ്യൽ മീഡിയയുടെ ചതിക്കുഴികളെക്കുറിച്ച് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് റീച്ച് കുറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞ് സോഷ്യൽ മീഡിയ നറേറ്റീവ്സിനെ അതുപോലെ പിന്തുടരാണോ മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ചു. ഇതിനൊക്കെ നമുക്കിപ്പോൾ ബന്ധിപ്പിച്ച് പറയാവുന്ന കാര്യം. അപ്പോൾ വാർത്ത എന്ത്, വ്യാജ എന്ത് എന്നുള്ള
ഒരു ഡിബേറ്റും കൂടി ഇവിടെ നടന്നല്ലോ. ഇപ്പോൾ ഞാൻ ഈ വ്യാജത്തിൻ്റെ ഒരു ഉദാഹരണം പറയാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ടോൺ സെറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു കാര്യം പറയാം. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇപ്പോൾ CPM സൈബർ കമ്മ്യൂൺ എന്ന ഗ്രൂപ്പിൽ ഒരു വാർത്തയല്ല ഒരു സംഗതി. അപ്പോൾ മാതൃഭൂമിയിലെ മാധ്യമപ്രവർത്തകൻ അവിനാഷ് സുനിൽ കനുകൂലവുമായി തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ വിവരങ്ങൾ പുറകെ. ഞാനതിനെ കാണുമ്പോൾ ഒരു മിസ്റ്റിഫായിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആർക്കും വേണമെങ്കിൽ ഈ മാതൃഭൂമിയിലെ വാർത്താ അവതാരകൻ അവിനാഷ് മോഹൻ ദുബായിൽ ഒരു സ്റ്റേജിൽ വെച്ച് അന്തരിച്ചു എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പിലിടാം, ഒരു പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാനിതിനൊക്കെ ഒരു മിസ്റ്റിഫായിട്ടാണ് കാണുന്നത്, ഒരു കുസൃതീഷ് അത്രേ ഉള്ളൂ. അത് തന്നെ ഒരു കുറച്ച് നേരം കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ കഴിഞ്ഞ് പോരാളി ഷാജി ഒഫീഷ്യൽ എന്ന ഗ്രൂപ്പിലും വന്നു. അങ്ങനെ ഒരു കുറിപ്പിൻ്റെ പ്രകോപനം എന്ന് പറയുന്നത് മാതൃഭൂമി ഈ ശബരിമലയെക്കുറിച്ച് കൊടുത്ത അയ്യപ്പ സംഗമത്തെക്കുറിച്ച് കൊടുക്കുന്ന വാർത്തയായിരിക്കാം. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ 18 വർഷമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. ഒരുപാട് നെയിം കോളിങ്സ് അല്ലെങ്കിൽ ഹിതകരമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഏത് ഗ്രൂപ്പാണോ അതിൽ അനോയിഡ് ആവുന്നത് അവർ പല കാര്യങ്ങൾ തിരിച്ചു പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനതിനെ ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടായിട്ടോ പ്രയാസമായിട്ടോ നല്ല ക്ഷമയോട് ഇരിക്കുന്നില്ല. എന്തെല്ലാം പറയുന്നത് ഞാൻ ആരെങ്കിലും ബ്ലോക്ക് ചെയ്യോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ശരിയായില്ലെന്ന് പറയോ, അതല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പാടില്ലെന്ന് പറയോ, അവരോട് ദേഷ്യപ്പെടോ ഒന്നും ചെയ്യില്ല. ഞാൻ അതിനെയൊക്കെ ഒരു മിസ്റ്റീഫായിട്ട് കുസൃതിയായിട്ട് കാണുന്നുള്ളൂ. ഈ സുനിൽ കനുകൂലം എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ ഇന്നേ വരെ ജീവനോടെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങേരുടെ ഫോട്ടോ തന്നെ അപൂർവമായിട്ട് കോൺഗ്രസിൻ്റെ യോഗങ്ങളിലൊക്കെ വരുന്നതായിട്ട് കാണുന്നുള്ളൂ. എന്തായാലും ഞാൻ ദൃശ്യത്തിൽ മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ജീവനോടെ ഇതുവരെ അദ്ദേഹത്തെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇതുവരെ ദർശിച്ചിട്ടില്ല. വാട്ടോ എൻ്റെ വിഷയം അതല്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ഒരു വ്യാജം അല്ലെങ്കിൽ ഒരു കുസൃതി അങ്ങനെ ഒപ്പിക്കുന്നത് കൊണ്ട് ഒരു നറേറ്റീവ് ബേസ് ഗുണം ചെയ്യും. കാരണം ഇവർ കൊടുക്കുന്ന വാർത്ത ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ വളരെ ആസൂത്രിതമായി സർക്കാരിനെതിരെ വാർത്ത കൊടുക്കാനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കലാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത എന്നൊരു നറേറ്റീവ് സെറ്റ് ചെയ്യാം. ഈ കുസൃതി കൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യാജം കൊണ്ട്. ഇതിൻ്റെ ഒരു തമാശ എന്താ വെച്ചാൽ, ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, അത് കഴിഞ്ഞിട്ട് ഓരോ ആളുകൾ ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എൻ്റെ വാട്സാപ്പ് ഫോൺ ചെയ്തപ്പോഴും ആളുകളുടെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. ഈ വ്യാജങ്ങളിൽ ആളുകൾ എന്തുമാത്രം വിശ്വസിക്കപ്പെടും. നമ്മളീ പറഞ്ഞ അൽഗോരിതവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ചയിൽ വളരെ പ്രസക്തമാണ്. ആളുകൾ ഇതിൽ അങ്ങ് അതിഭയങ്കരമായി വിശ്വസിച്ചിട്ടിപ്പോൾ നമ്മളെ നാല് ചീത്ത വിളിച്ച കുഴപ്പമൊന്നുമില്ല, ഞാൻ മൈൻഡ് ചെയ്യില്ല ആരെങ്കിലും അത് ചീത്ത വിളിച്ചാൽ. പക്ഷെ ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയക്കാൻ അഭിലാഷേഷ ഞാൻ ഈ കേൾക്കുന്നതൊക്കെ ശരിയാണോ? അപ്പോൾ അത് കുറേ അല്ലല്ല എന്നാൽ കുഴപ്പമില്ല, പിന്നെ എന്നാലും നിങ്ങളിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞുള്ള മെസ്സേജ് വരും. അപ്പോൾ നമ്മളോട് വ്യക്തിപരമായി അറിയുന്ന ആളുകളും ഇങ്ങനെ ഈ തരത്തിൽ എല്ലാവരും ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യോ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വൈകാരികമായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതിനോട് റെസ്പോണ്ട് ചെയ്യണ്ടേ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കരയിപ്പിക്കല്ലട പൊന്നുമോനേന്ന് അങ്ങോട്ട് ഈ പറയുന്ന ആളുകളോട് പറയേണ്ട അവസ്ഥയാണ് ഈ പറയുന്ന വ്യാജ നിർമ്മിതികൾ കൊണ്ട് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഇപ്പോൾ എൻ്റെ നെറ്റ് ഓൺ ആക്കിയപ്പോഴും വന്ന മെസ്സേജ് ഇതിനെക്കുറിച്ചാണ്. ഈ എന്താണ് ഇതിൽ എൻ്റെ വളരെ കാലത്തെ കൂടെ കോളേജിൽ പഠിച്ച എൻ്റെ വളരെ നല്ല സുഹൃത്തായ ഒരു കക്ഷി ഈ കേൾക്കുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ, ഇങ്ങനെ മനുഷ്യരെ കൊണ്ട് കേൾക്കുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ പറയുന്ന സംഗതി. അപ്പോൾ ഈ നേരത്തെ ചോദിച്ചല്ലോ സോഷ്യൽ മീഡിയയിലെ ചതിക്കുഴികൾ, ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് വിശ്വാസ്യമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ വിശ്വസിക്കാൻ ഏതെങ്കിലും തരത്തിലൊക്കെ നിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇടുക, അതിലങ്ങ് വിശ്വസിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ വിചാരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു പോവുക, അഭിപ്രായം രൂപീകരിക്കുക. ഇതന്നെയാണ് ഈ ഡിജിറ്റൽ മീഡിയയിൽ നടക്കുന്നത്. ഞാൻ എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഉദാഹരണം പറഞ്ഞാൽ വലിയ കാര്യങ്ങളിലും ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് റീച്ച് കുറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മെറ്റയാവട്ടെ മറ്റ് കമ്പനികളാവട്ടെ അവർ ഇൻട്രാക്ഷൻ സാധ്യതയുള്ള, നേരത്തെ നമ്മൾ റേജ് ബേറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞത്, ഇൻട്രാക്ഷൻ സാധ്യതയുള്ള സംഗതി വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും എഴുതി നോക്കൂ, ഉറപ്പായിട്ടും അതിൽ റീച്ച് ഉണ്ടാവും. അങ്ങനെയാണ് അതിന് അൽഗോരിതം വർക്ക് ചെയ്യുന്ന ഒരു മോഡൽ അങ്ങനെയാണ്. പിന്നെ മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇപ്പോൾ ക്ലിക്ക് ബേറ്റ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, കൂടുതൽ ട്രാക്ഷനുള്ള അല്ലെങ്കിൽ കൂടുതൽ ട്രാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ടെലിവിഷനിലോ പത്രങ്ങളിലോ വരാത്ത കാര്യങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ട്രാക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സവിശേഷമായി പുഷ് ചെയ്യാറോ അല്ലെങ്കിൽ കൊടുക്കാറോ ഉണ്ട്. അതാണ് സംഭവിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കൺക്ലൂഡ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം മറുപടി എന്നുള്ള നിലയിൽ ആകെത്തുകയായി പറഞ്ഞാൽ നമ്മൾ പ്രചരിപ്പിക്കുന്നതും നമ്മൾ എഴുതുന്നതും ഒക്കെ ശരിയാണോ എന്ന് സ്വയം വിലയിരുത്തുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ എന്നോട് നിങ്ങൾ ഇന്നലെ ചോദിച്ചതിലെ വസ്തുത എന്തെന്ന് നിങ്ങളിപ്പോൾ ചോദിച്ചാൽ അല്ലെങ്കിൽ മിനിയാന്ന് ചോദിച്ചതിൻ്റെ വസ്തുത എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് കോട്ട് ചെയ്യാൻ രേഖയുണ്ട്, 100% രേഖയുണ്ട്. അരവരി പോലും അസത്യം പറഞ്ഞിട്ടില്ല എന്ന ബോധ്യവുമുണ്ട്. തിരിച്ചങ്ങോട്ട് നിങ്ങൾ പറഞ്ഞതിൻ്റെ വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ബേസിസ്.
ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ വസ്തുത എന്ന് പറയാൻ ഒരു കാര്യം ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ കൺക്ലൂഡിങ് റിമാർക്കായിട്ട് പറയാം.